സൗദിയിലെ റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന് അടുത്ത മെയ് മാസത്തോടെ പുറത്തിറങ്ങാൻ കഴിയുമെന്ന സൂചന. റഹീം നിയമസഹായ സമിതിയാണ് ഇക്കാര്യം അറിയിക്കുന്നത്. അബ്ദുൾ റഹീമിന് കൂടുതൽ ശിക്ഷ ആവശ്യപ്പെട്ടുള്ള ഹർജി സൗദി സുപ്രീം കോടതി ഇന്നലെ തള്ളിയിരുന്നു. ഇതോടെയാണ് പുറത്തേക്കുള്ള വഴി മോചനത്തിന് ഉറപ്പു വന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനും സൗദി ഭരണകൂടത്തിനും നിയമസഹായ സമിതി നന്ദിയും പറഞ്ഞു. വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇന്നലെ ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചത്. റഹീമിന് അനുകൂലമായ വിധി അപ്പീൽ കോടതി അത് നിലനിർത്തിക്കൊണ്ടുള്ള ഉത്തരവ് വന്നിട്ടുണ്ട്. നേരത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ 20 വർഷത്തെ തടവ് ഏകദേശം അടുത്ത മെയ് മാസത്തോടു കൂടി അവസാനിക്കും. മെയ് മാസത്തിൽ അദ്ദേഹത്തെ നമുക്ക് നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള വലിയ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. ഇതിന് സഹകരിച്ച മുഴുവൻ ആളുകളോടും നന്ദി പറയുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിച്ചത് മാധ്യമങ്ങളാണ്. ആദ്യമായിട്ട് മാധ്യമങ്ങളോട് തന്നെയാണ് ഞങ്ങൾ ഈ സന്തോഷ വാർത്ത അറിയിക്കേണ്ടതും. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ഗൂഗിൾ കെ വേണുഗോപാൽ തത്സമയം ചേരുകയാണ്. ഗൂഗിൾ, ഗുഡ് മോർണിംഗ്. ശരിക്കും റഹീമിൻ്റെ മോചനം എത്രയോ നാളുകളെ നമ്മളൊക്കെ കാക്ഷിക്കുകയാണ്. അതെന്തായാലും അടുത്തായി എന്നൊരു തോന്നൽ ഇന്നലത്തെ സുപ്രീം കോടതി വിധിയോടെ ഉണ്ടായി. ഗുഡ് മോർണിംഗ്. എന്തായാലും ആശ്വാസം നൽകുന്ന, വളരെ സന്തോഷം നൽകുന്ന ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു വാർത്താ സമ്മേളനമായിരുന്നു അല്പസമയം മുമ്പ് നടന്നത്. റഹീം നിയമസഹായ സമിതി പറയുന്നു അടുത്ത വർഷം മെയ് മാസത്തോടുകൂടി റഹീമിനെ എന്തായാലും കേരളത്തിലേക്ക്, മലയാളക്കരയിലേക്ക് തിരിച്ചെത്തിക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. അതിന് ഹേതുവായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം റിയാദിലെ ക്രിമിനൽ കോടതിയുടെ ശിക്ഷ ശരിവെച്ചുകൊണ്ട് അവിടുത്തെ സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവിടെയുള്ള പ്രോസിക്യൂഷൻ ഈ റഹീമിന് വധശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയിട്ടുള്ള ഹർജി സുപ്രീം കോടതി തള്ളി. ഇതോടുകൂടിയിട്ടാണ് റഹീമിന്റെ തിരിച്ചുവരവിന് കളമൊരുങ്ങുന്നത്. 2006 മുതൽ റിയാദിലെ ജയിലിൽ കഴിയുകയാണ് റഹീം. സൗദി ബാലൻ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസായിരുന്നു. അതിലെ സ്വകാര്യ അവകാശവുമായി ബന്ധപ്പെട്ട കേസുകൾ നേരത്തെ തന്നെ 34 കോടിയിലധികം രൂപ ദിയാദനം നൽകിക്കൊണ്ട് നമ്മൾ തീർപ്പാക്കിയിരുന്നു. അതെങ്ങനെയാണ് നമ്മൾ സമാഹരിച്ചത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയുന്നതാണ്. ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ 24 സംഘം ഈ വാർത്തയോടൊപ്പം ഉണ്ടായിരുന്നു. ഇത് പബ്ലിക് റൈറ്റുമായി ബന്ധപ്പെട്ട ഒരു കേസായിരുന്നു കഴിഞ്ഞ ദിവസം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലും ഇപ്പോൾ സുപ്രീം കോടതിയുടെ അന്തിമ വിധി വന്നിരിക്കുന്നു. 20 വർഷത്തെ ശിക്ഷ റഹീമിന് മതിയാവും, വധശിക്ഷ നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് സുപ്രീം കോടതി എത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ 2026 മെയ് മാസത്തോടുകൂടി അബ്ദുൾ റഹീം സൗദി ജയിലിൽ 20 വർഷം പൂർത്തിയാക്കുന്നു. അങ്ങനെ പൂർത്തിയാവുന്നതോടുകൂടി തന്നെ അബ്ദുൾ റഹീമിന് പുറത്തിറങ്ങാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. മറ്റൊരു ആശങ്കയോ അല്ലെങ്കിൽ സാങ്കേതിക പ്രശ്നങ്ങളോ ഒന്നും ഇനി ബാക്കിയാവുന്നില്ല. നേരത്തെ നിരവധി തവണ കേസ് മാറ്റിവെച്ചപ്പോഴൊക്കെ ചില ആശങ്കകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ആശങ്കകളാണ് കഴിഞ്ഞ ദിവസത്തെ സുപ്രീം കോടതിയുടെ വിധിയോട് കൂടിയിട്ട് ഇല്ലാതാവുന്നത്. 20 വർഷത്തെ ശിക്ഷ അവസാനിക്കുന്നതോടെ അബ്ദുൾ റഹീമിന് മോചിതനാവാൻ സാധിക്കുമെന്നൊരു വിധി കഴിഞ്ഞ ദിവസം സൗദി കോടതിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഗൂഗിൾ കെ വേണുഗോപാൽ. ഫറൂഖിലെ ഉമ്മയ്ക്ക് സന്തോഷകരമായ ആ വാർത്ത വളരെ വൈകാതെ എത്തും എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ. ഇനി കുറച്ച് മാസങ്ങൾ കൂടി, 20 കൊല്ലം തയ്ക്കാൻ കുറച്ച് മാസങ്ങൾ കൂടി റഹീം ജയിലിൽ കിടന്നാൽ മതി. റിയാദിലാണ് ഇപ്പോൾ ജയിലിലുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.